ജാസ്മിൻ ജാഫർ എന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനോട് ഇപ്പോൾ വല്ലാത്ത ഇഷ്ടം തോന്നുന്നു, ആദരവ് തോന്നുന്നു, അവരുടെ കഴിവിൽ അത്ഭുതം തോന്നുന്നു. ഇത്ര കാലവും അവരോട് എന്തോ ഒരനിഷ്ടം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അത് എന്തായിരിക്കാം എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു പോകുന്നു. അത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാകും. ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും അതുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകളിലും അഭിരമിക്കുക എന്നത് ഏതൊരു മലയാളിയെയും പോലെ ഞാനും ചെയ്തുകൊണ്ടിരുന്നതാണ്. യാഥാസ്ഥിതികമായ ചിന്തകളിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആസൂത്രിതമായ ആക്രമണത്തിനിരയാണ് ജാസ്മിൻ ജാഫർ എന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാം. മറ്റു പലരും ചെയ്യുന്നത് ജാസ്മിൻ ചെയ്യുമ്പോൾ പെരുപ്പിച്ചു കാട്ടുകയും അതെന്തോ മഹാപരാധമാണ് എന്ന തരത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്ന തരത്തിൽ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ സോഷ്യൽ മീഡിയകൾ തന്നെയാണ് ജാസ്മിൻ ഒരു കുറ്റക്കാരിയാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നത്. ജാസ്മിൻ കഴിഞ്ഞ ദിവസം സായിയുമായി സംസാരിക്കുന്നതിൽ നിന്ന് എത്രക്കാരിയാണ്, ഏതൊക്കെ തരത്തിലാണ് ജാസ്മിൻ ആക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത്, ജാസ്മിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് നീതിയുണ്ടായിരുന്നത്, ജാസ്മിൻ എவ்விധമാണ് മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത് എന്നത് ഒരു വീണ്ടും വിചാരത്തിന് ഇടയാക്കുന്നുണ്ട്. ജാസ്മിൻ്റെ മറുപടികൾ, സായി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ജാസ്മിൻ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഒരു ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, ഇനിയും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കേട്ട് കഴിയുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാവും ജാസ്മിൻ അവിടെ അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത്. ഒരു മികച്ച ഗെയിമർക്ക് വേണ്ട വിശകലന ബുദ്ധിയോടുകൂടി ബിഗ് ബോസിൽ താൻ കടന്നു വന്ന വഴികളെ, സംഭവങ്ങളെ, വ്യക്തികളെ, നിലപാടുകളെ ഒക്കെ കുറിച്ച് കൃത്യമായി ഓർമ്മിച്ചെടുത്ത് ജാസ്മിൻ പറയുകയുണ്ടായി. ഇത് കേൾക്കുന്ന നിഷ്പക്ഷരായ ആർക്കും മനസ്സിലാകും ജാസ്മിൻ അനാവശ്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുകയാണെന്ന്. ഇത്രയൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടും ധീരമായി മുന്നോട്ട് പോകാൻ ജാസ്മിനെ പോലെ എത്ര പേർക്കാവുമെന്ന് കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ജാസ്മിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളിൽ, കമൻറ്റുകളിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ജാസ്മിൻ ഒരു മികച്ച മത്സരാർത്ഥിയാണ്. അവരുടെ പോരായ്മകൾ ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഗെയിം കളിച്ചാൽ ബിഗ് ബോസ് വിന്നറായി തീരുമെന്ന് ഒരു സംശയവുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക.